ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും തമിഴ്നാടൻ കണ്ടായിരിക്കും എന്നല്ലേ. അല്ല കേട്ടോ, ഇത് ബഹ്റൈനാണേ. തമിഴ്നാട്ടിലാണല്ലോ പൂക്കളുടെ എല്ലാം കൃഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിൻ്റെ, അതായത് ഒരു വീട്ടിൻ്റെ ചെറിയൊരു സ്പേസിൽ ഒരുപാട് പച്ചക്കറികളും പൂക്കളും ഒക്കെ നട്ടിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് ആ ഒരു ചെടിയിൽ ചെറിയൊരു പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ആ ചെടിയിൽ നിറയെ പൂക്കളാണ്. ആ ഒരു സൈഡ് മൊത്തം പൂക്കളാണ്. ഒരു ചെടിയിൽ തന്നെ ഒരു സൈഡിൽ തന്നെ 5ഉം 10ഉം പൂക്കളാണ്. ഇപ്പോൾ ഇത് കാണുമ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പൂവിട്ട് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട്, എനിക്ക് തീരെ പരിചയമില്ലാത്തവരാണ്, എനിക്ക് അവരുടെ ആ ഒരു കൃഷീൻ്റെയും അല്ലെങ്കിൽ പൂക്കളുടെയും അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ഇതിനോടുള്ള ഒരു സസ്യത്തോടും ഇതുള്ള ഒരു ആ ഒരു സ്നേഹം കണ്ടിട്ട് ഞാൻ അവരെ വീട്ടിൽ, എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളെ അവരുടെ വീട്ടിൽ ഞാൻ പോയി. അപ്പോൾ അവിടുത്തെ ചേച്ചീനെ കണ്ട് ഞാൻ സംസാരിച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് വിത്ത് മുളപ്പിച്ച് നിങ്ങൾ നട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വിത്ത് മുളപ്പിച്ചിട്ട് അവരെവിടുന്നോ കൊണ്ടുവന്ന് ചെറിയ കുഞ്ഞു തൈ നട്ടതാന്ന് പറഞ്ഞു എന്നോട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി പച്ചക്കറികളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ ചുവടക്കൊക്കെ കറിവേപ്പിലയും പച്ചത്തക്കാളിയും അതുപോലെ എന്തൊക്കെയുണ്ട്, വെണ്ടയും അതും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെയാണ് ഈ ചെടി നട്ട് വെച്ചേക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം 10ഓ 12ഓ പൂക്കളുണ്ട്. ഇതിൻ്റെ ചുറ്റോട് ഞാൻ നോക്കിയപ്പം ഏകദേശം ഒരു 10-25 പൂക്കളെങ്കിലും അതിൽ ഉണ്ടാവും, ഉറപ്പാണത്. അപ്പോൾ ഞാനത് ചുറ്റോടായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടില്ല, ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അകത്തുള്ള പൂക്കളെല്ലാം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാലും എന്താ അല്ലേ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് ഇതിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചു, ഇനി പ്രത്യേകമായിട്ട് ഇതിന് വളങ്ങൾ എന്തെങ്കിലും ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു വളം ഇടുന്നില്ല, നമ്മൾ ചായ ഇല ഉണ്ടല്ലോ, ചായപ്പൊടി, ചായ ഇല തിളപ്പിച്ചിട്ട് ആ ഇല മാത്രം മാറ്റി വെക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് പോലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുട്ടയുടെ തോട് അവർ കഴുകി ഉണക്കിയിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് ഈ ചായ ഇലയുടെ കൂടെയും കൂട്ടി അത് ഇട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വേറൊന്നും ഇട്ട് കൊടുക്കാറില്ല, എന്നാൽ വാങ്ങിച്ചിട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ എന്നാലും ആ ഒരു വളത്തിൽ കൂടെ ഇത് വളർന്നു വന്നു എന്ന് പറയുമ്പോൾ, ഇത്രയും പൂക്കളും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പം കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അതിലെ പോകുന്ന എല്ലാവരും വീഡിയോയും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് പോയിട്ടും അല്ലാതെയും പുറത്തൂടെ നടക്കുന്നവരൊക്കെ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് ശരിക്കും കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കൗതുകം ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം അത്രയും ചെറിയൊരു സ്പേസിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ, അത് പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പം ഇതിന് വളം ഇടുന്നില്ല എന്ന് പറഞ്ഞതാണ്, അവർ ഉപയോഗിക്കുന്ന ആ സാധനങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ എന്നും പറയുമ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. അതും എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല, 3 ദിവസം കൂടുമ്പം ഒന്ന് ഇതുപോലെ ബാക്കി കളക്ട് ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചോടൊക്കെ ഇടുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ കേട്ടോ. അപ്പം തക്കാളി അതിൻ്റെ ആ ചെടീൻ്റെ ഇടയിൽ മണിത്തക്കാളി ഉണ്ട്, ശരിക്കും ചെറിയ കുഞ്ഞു തക്കാളിയാണേ. ശരിക്കും അത് മുന്തിരി പോലെയുണ്ട് കാണുമ്പം, നമ്മൾ ചെറിപ്പഴം ഉണ്ടാവില്ലേ അതുപോലെ പഴുത്തിട്ട് കുഞ്ഞു കുഞ്ഞു തക്കാളിയായിട്ട് നല്ല ഭംഗിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ അവരുടെ പച്ചക്കറിയുടെ ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ തക്കാളിയും കറിവേപ്പിലയും എല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും എന്ന് വിചാരിക്കണം കേട്ടോ. എന്നാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവില്ല, ഇത്രയും ചെറിയ സ്പേസിൽ ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.